രുചികരമായ രീതിയിൽ ചോറിന് എങ്ങനെയൊരു നല്ല കറി വെക്കാമെന്ന് നോക്കാം. മുരിങ്ങയ്ക്കയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 12 നല്ല ഫ്രഷായിട്ടുള്ള മുരിങ്ങയ്ക്കയാണ്. അതിൻ്റെ പുറത്തെ തോലെല്ലാം ഇതുപോലെ ചിരണ്ടിയെടുത്തതിന് ശേഷം നീളത്തിൽ മുറിക്കുക. 1 കപ്പ് പച്ചവെള്ളം കൂടെ ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇത് അധികം വേവില്ലാത്ത മുരിങ്ങയ്ക്കയാണ്. ഞാനൊരു 8 മിനിറ്റാണ് ഇത് അടച്ചു വെച്ച് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. 8 മിനിറ്റ് കൊണ്ട് ഇത് നല്ലതായിട്ട് വെന്ത് വരും. അരയ്ക്കാനായിട്ട് സാധാരണ അരപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് 4 സവോള, കറിവേപ്പില, തക്കാളി 1, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ഒരു ചെറിയ പീസ് 1-2 പീസ് വെളുത്തുള്ളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ല നെയ്യ് പോലെ അരച്ചെടുക്കുക. നേരത്തെ തന്നെ വെന്ത് വെച്ചിരിക്കുന്ന ഈ ചട്ടിയിലേക്ക് ഈ തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കുക. ചൂട് ഏറ്റവും ലോ ആക്കുക. തേങ്ങ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഫുള്ളായിട്ട് ഈ വെള്ളം അങ്ങ് പറ്റി വരണം. ഇത് നീണ്ട ഒരു ചാറുകറി അല്ല, ഇത് ചോറിന് ഒരു തൊടുകറിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. തേങ്ങ അരച്ച് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതായത് ആവി വരുന്ന പാകത്തിന് ആവി വന്നു കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യുക. തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കുക. കറിയിലേക്ക് ഈ തേങ്ങയും മസാലയും നല്ലതായിട്ട് പിടിച്ചു വരാനായിട്ടാണ്. പിന്നീട് കടുക് താളിക്കുന്നതും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂണും നെയ്യും നല്ലതായിട്ട് ചൂടാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നെയ്യിൽ ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം കൂടെ കറിക്ക് കിട്ടും. ഈ മൂപ്പിച്ചെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും വീണ്ടും ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതൊന്ന് ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെക്കുക. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇത് ഒന്ന് ഇളക്കിയെടുക്കുക. നല്ല രുചികരമായ ഒരു തൊടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് വളരെ രുചികരമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.